കൊണ്ടുവരുന്നു. എന്താ രാവിലെ ഒരു ഗ്ലാസ് ചായ തന്നൂടെ? ചായ തന്നൂടെ വസന്ത കോകിലേ? വിളിച്ചത്ത കൊണ്ടുവരുന്നു. എന്താ? അല്ല ചായ വേണോന്ന് പറഞ്ഞായിരുന്നു. അല്ല ചാരായം വേണോന്ന് പറഞ്ഞ പോലെ തോന്നി. അത് തോന്നലായിരിക്കും. അത് ശരി, ഒന്ന് പിടിച്ചേ. ഒന്ന് കാലിങ്ങോട്ട് മാറ്റോ, ഒന്നിങ്ങോട്ട് മാറ്റോ. ഈ എണീറ്റാലുടനെ ചായ കുടിക്കണമെങ്കിലേ ചേട്ടനും കൂടെ അടുക്കളയിലോട്ട് വന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ? ഹെൽപ്പ് വേണോ? എന്നാ ഞാൻ പറഞ്ഞ പോലെ ഒരു സെർവന്റ് ഏർപ്പാട് ചെയ്യണം. ഓഫീസിൽ പോക്കും അടുക്കള ജോലിയും കൂടെ എനിക്ക് ഡിഫിക്കൽട്ടാ. പിന്നെ ചേട്ടാ, അഡ്വക്കേറ്റ് നന്ദകുമാർ ചേട്ടന്റെ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത്? എന്താ അവനെ പറ്റി വാർത്ത പോലും പത്രത്തിൽ വന്നോ? വാർത്ത വരാനുള്ള സമയമായിട്ടില്ലല്ലോ, പ്രശ്നങ്ങൾ അവിടെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ചേട്ടാ, ഞാൻ നന്ദകുമാറിന്റെ വൈഫുമായി ഒന്ന് ടോക്ക് ചെയ്താലോ? അങ്ങനെ ടോക്കണ്ട. അല്ല, പെണ്ണിന്റെ മനസ്സിൽ എന്താണെന്നറിയാലോ? വല്ല ലവ്വോ എന്താ? ലവ്വും ഇല്ല, കിവും ഇല്ല. ഇനി അഥവാ അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഇച്ചിരി ഉണ്ടെങ്കിൽ അത് വളച്ചൊടിച്ച് വലുതാക്കി കാണിക്കുന്നത് അല്ലെങ്കിൽ വക്കീലന്മാരുടെ പൊതു സ്വഭാവമാണ്. ഇതുകൊണ്ടാണ് ഞാൻ LLBക്ക് പോകാത്തത്. നീ അവിടെ സംസാരിച്ച് എന്താ എന്നെ വിളിച്ചത്? നീയെന്നോ? കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസമേ ആയുള്ളൂ, അപ്പോഴേക്കും കണ്ടില്ലേ ഒരു പുരുഷ മേധാവിത്വം? നീ പോലും. ഞാൻ പിന്നെ എന്റെ ഭാര്യ എന്താ വിളിക്കേണ്ടത്? വസന്ത കോകിലെന്ന് വിളിക്കണം. ഓ, അത് ഭയങ്കര നീളമല്ലയോ? എന്നാ പിന്നെ ചേട്ടന്റെ ഇഷ്ടം പോലെ അങ്ങ് ചുരുക്കി വിളിച്ചോ. എങ്ങനെ ചുരുക്കും? സുലോചനെ സുലു, വസുന്ധരെ വസു, ആമീനെ ആമി എന്നൊക്കെ വിളിക്കൂലേ? അതുപോലെ. ഈ ബുദ്ധി എനിക്ക് പോയില്ലല്ലോ. വസന്ത കോകില, വസന്ത എന്ന് വിളിച്ചാലോ? അയ്യോ അത് വേണ്ട, അത് കോഴികൾക്ക് വരുന്ന ഒരു അസുഖം. കോകിലെന്ന് വിളിച്ചാ? അയ്യോ അത് വേണ്ട, നിന്റെ ശബ്ദം വെച്ച് നോക്കുമ്പോ ഒട്ടും ശരിയാവൂല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ആദ്യത്തെ അവസാനത്തെ അക്ഷരം ഒഴിച്ച് ബാക്കിയെല്ലാം കളയാം. വസന്ത കോകില, വ ല വല. കൊള്ളാം. വലേ. ഓ, ഈ ആൾക്കാർക്ക് റോഡിൽ എന്താ കാര്യം? ജലദോഷം അല്ല, മുടി ദോഷം.